ഹൈഡ്രോസീൽ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ഹൈഡ്രോസീലോ അല്ലെ ഈ നല്ല ടെൻഷൻ നല്ല ഹാർഡായിട്ടിരിക്കുന്ന ഹൈഡ്രോസീലൊക്കെ ചിലപ്പോഴേ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആ പ്രഷർ ഇഫക്റ്റ് കൊണ്ട് ഈ ടെസ്റ്റീസിൻ്റെ ടിഷ്യൂസൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ആ പ്രഷർ ഇഫക്റ്റ് വന്നിട്ട് ഈ ടെസ്റ്റീസൈൽ വരും. ടെസ്റ്റീസൈൽ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ വോളുമായിട്ട് പ്രസ് ചെയ്യുമ്പം അതിൻ്റെ രക്തോട്ടം കുറയും. രക്തോട്ടം കുറയുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനം കുറയും. അതൊരു ഏകദേശം ഒരു അട്രോഫി പോലെ വരും. പല ഈ ഹൈഡ്രോസീലും പ്രായമായി കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റീസ് ഓൾമോസ്റ്റ് വളരെ ചെറുതായിട്ടൊരു പീനട്ട് പോലുള്ള ചെറിയ ടെസ്റ്റീസ് കാണാറുണ്ട്. പക്ഷേ ഈ ഏജ് ഗ്രൂപ്പ് 46-48 വയസ്സൊക്കെ ഉള്ള ആയതുകൊണ്ട് ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് പുള്ളിയുടെ സെക്ഷൽ പ്രവർത്തനത്തെ കുറച്ച് ബാധിച്ചു. ഇങ്ങനെയുള്ള വരുമ്പോൾ എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഈ ഹൈഡ്രോസീൽ നമ്മൾ ആ സമയത്ത്, അതായത് ഈ അട്രോഫി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ ഇഫക്റ്റ് മാറുകയും ചെയ്യും. ഈ ടെസ്റ്റീസിന് ഡാമേജ് കുറയുകയും ചെയ്യും. പിന്നെ കുറച്ചുകൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പാണ് ഇങ്ങനെ ഹൈഡ്രോസീലുണ്ട്, അതും കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടെസ്റ്റീസിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ എന്നെ പറ്റുമെന്ന് വെച്ചാൽ ബീജത്തിൻ്റെ അളവ് കുറയുമ്പോൾ പിന്നെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരുണ്ടാകാനായിട്ടുള്ള താമസങ്ങളോ അല്ലെ തടസ്സങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് ഹൈഡ്രോസീലാണേലും വളരെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അത് ആവശ്യമെന്ന് കണ്ടാൽ ഡോക്ടറെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോക്കി ഡോക്ടറെ കണ്ടിട്ട് അത് നമ്മുടെ ബാക്കി കാര്യങ്ങളെ ബാധിക്കുന്നു, പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് കണ്ടാൽ അത് നിശ്ചയമായിട്ടും ഓപ്പറേഷൻ ചെയ്യണം.